കൊള്ളാം. നല്ല ഫിലിമാണ്. നല്ല സിനിമയായിരുന്നു. നല്ലതായിരുന്നു. കൊള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമയാണ്. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കോമഡി ആയിരുന്നു. എന്തോ അച്ഛനും മോനും നന്നായിട്ടുണ്ട്. ജയറാമായിരുന്നു കിട്ടില്ല. നല്ല സിനിമയായിരുന്നു. അങ്ങനെ നോക്കിയാൽ നമ്മുടെ എന്താ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അച്ഛനും മോനും തമ്മിലുള്ള സംഘർഷവും അതൊക്കെ വളരെ നാച്ചുറലായിട്ട് കുടുംബമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടമാണ്. ഒരു ജയറാമിൻ്റെ വളരെ നല്ല ഒരു കംബാക്കാണ്. കാളിദാസ് ജയറാം അദ്ദേഹം അങ്ങനെയുള്ള റോള് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോള് ഇപ്പോൾ ഇറങ്ങിയതിൽ ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതിൽ ഏറ്റവും നല്ല പടമായിട്ട് തോന്നിയത് അതാണ്. ആശാനേക്കാട്ടിലും ഒരുപടി ബെറ്ററായിട്ട് തോന്നി. രണ്ടും സിനിമാ മോഹികളെ പറ്റിയുള്ള കഥകളാണ്. ആശാനായാലും പിന്നെ അതേപോലെ ആയിരം ആശകളായാലും അതിൽ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് മനസ്സിൽ നിൽക്കുന്ന ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു ലോങ് റണ്ണ് കിട്ടേണ്ട, അത്യാവശ്യം വേർഡ് ഓഫ് മൗത്തൊക്കെ പോസിറ്റീവായിട്ട് വരേണ്ട ഒരു പടമാണ്. പിന്നെ അതേപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതാണ്. വടക്കൻ സിൽഫിയുടെ സംവിധാനം വളരെ നല്ലതാണ്. പുള്ളിയുടെ എനിക്ക് 2019 നേരത്തെ ബിജുമേനൻ്റെ ഒരു പടം ഇറങ്ങിയത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കംബാക്കാണ്. പുള്ളിയും സോങ്സും BGM പിന്നെ ഇമോഷണലായിട്ടുള്ള കണക്റ്റ് ഇതൊക്കെ കൊണ്ടുവരാൻ ആ പടത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ആഴ്ച ഇറങ്ങിയ ഏറ്റവും നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഫിലിമായിരുന്നു. കൊള്ളാം. ജയറാമേട്ടൻ്റെ നല്ല ഫിലിം. എല്ലാവരും അഭിനയം കൊള്ളാം. കാളിദാസിനൊക്കെ നന്നായിട്ടുണ്ട്. കുടുംബമായിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. കൊള്ളാം. നന്നായിരുന്നു. ആദ്യത്തെ ഹാഫ് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ലാഗ്. എന്നാലും കൊള്ളാം. നല്ല സിനിമ. കൊള്ളാം. നന്നായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. ജയറാമേട്ടൻ്റെ വലിയൊരു തിരിച്ചുവരവായിട്ട് തോന്നുന്നു. നല്ല ഫിലിമായിരുന്നു. തീർച്ചയായും കുടുംബമായിട്ട് ആശാ ശരത്ത് ശരിക്കും ഒരു ഫാമിലി, ഒരു വൈഫ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് അതുപോലൊരു വൈഫാകണം, അതുപോലൊരു അമ്മയാകണം എന്നൊരു ഫീൽ തോന്നിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആശാ ശരത്തിൻ്റേത്. നല്ല സിനിമയായിരുന്നു. യെസ്, കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പടം നല്ല പടമായിരുന്നു. ജയറാം പുള്ളിയുടെ നല്ലൊരു തിരിച്ചുവരവായിരുന്നു. പിന്നെ നല്ലൊരു കണക്റ്റഡായിട്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടുപിടിക്കാൻ നല്ലൊരു ഫാമിലി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നത്. ഈ മോളെയും വീട്ടിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. നല്ല പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഞാനൊരു റിവ്യൂ കണ്ടിട്ട് ആണ് വന്നത്. ഇന്നലെ ഒരു റിവ്യൂ കണ്ടായിരുന്നു. അതിൽ കാളിദാസൻ അച്ഛനെ ജയറാമിനെ അനുകരിക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒന്നും തോന്നില്ല. പുള്ളിയുടെ രീതിയിൽ ഡിഫറെൻ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൗണ്ടേഴ്സ് കോമഡി. ഞാനങ്ങനെ ഈ മുഖം കാണിച്ചിരിക്കുന്ന ഒരാളല്ല, ഉള്ളിൽ ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ കോമഡി കുറേ നല്ല കൗണ്ടർ കോമഡീസ് നല്ല രസമാണ്. ഫാമിലീസ് നല്ലോണം കിട്ടുന്ന തീർച്ചയായിട്ടും. അവസാനത്തെ ആ ക്ലൈമാക്സ് സമയത്ത് എൻ്റെ കണ്ണ് നല്ലോണം കണ്ണ് നിറഞ്ഞു. നല്ല പടം ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തീർത്ത് നല്ല ചിരിയും ഉണ്ടായിരുന്നു. കുറ്റം പറയുന്നവർ പറഞ്ഞു നടക്കും. ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു റിവ്യൂ കണ്ടതിൽ കണ്ടതാണ് കണ്ടത്. പക്ഷെ എനിക്ക് ഒന്നും തോന്നിയില്ല. ആദ്യം മുതൽ അവസാനം വരെ വളരെ നല്ലോണം കണക്ട് പറ്റി നല്ലോണം ഫീൽ ചെയ്തിട്ട് നമുക്ക് ഈ സിനിമ എന്നുള്ള സംഭവത്തിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ലോണം അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം സ്ക്രിപ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു.